നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കാർഡുകൾ ഉപയോഗിച്ച് റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. ഓരോ വീടുകളിൽ നേരിട്ട് വന്ന് പരിശോധന തുടങ്ങുകയാണ്. ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം രേഖകളായിരിക്കും ഹാജരാക്കേണ്ടി വരിക, പരിശോധനയിൽ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് രണ്ട് രൂപത്തിലുള്ള റേഷൻ കാർഡുകളെ തിരിക്കാം. അതിൽ ആദ്യത്തേത് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, നീല, വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന മറ്റാളുകൾ. ഇത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിലവിൽ ചുവപ്പ്, മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അനർഹമായിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെച്ചതെങ്കിൽ നിങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ വരികയാണ്. നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരിയും കണക്കാക്കിയായിരിക്കും നമുക്ക് ഈ ഫൈനുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അനർഹമായിട്ടാണ് കൈപ്പറ്റുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വെള്ള കാർഡിലേക്ക് മാറാൻ അപേക്ഷ കൊടുത്ത് വെള്ള കാർഡിലേക്ക് മാറുക. എങ്ങനെയാണ് നമ്മുടെ ചുവപ്പ് റേഷൻ കാർഡ് അനർഹമാകുന്നത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചുവപ്പ്, മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കാൻ അർഹതയില്ല. നമ്മൾ ചിലപ്പോൾ റേഷൻ കാർഡ് എടുത്ത സമയത്ത് നമ്മുടെ വീട് ചെറുതായിരിക്കും. അതിനുശേഷം നമ്മുടെ വീട് മുകളിലേക്ക് മറ്റോ എടുത്ത് അത് പഞ്ചായത്തിലെ അളവിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പോൾ വെള്ള കാർഡിലേക്ക് മാറുക. അതുപോലെ തന്നെ വീട്ടിൽ AC മറ്റ് സൗകര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ, വീട്ടിൽ ആർക്കെങ്കിലും ഒരു 4 ചക്ര വാഹനമുള്ള ആളുകളാണെങ്കിൽ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ ചുവപ്പ്, മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കാൻ അർഹതയില്ല. അവർ എത്രയും പെട്ടെന്ന് തന്നെ റേഷൻ കാർഡ് വെള്ളിലേക്ക് മാറാൻ അപേക്ഷ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ 40 ദിവസമാണ് അവരെ ഒഴിവാക്കാനുള്ള ഒരു അവസരമുള്ളത്. ഈ 40 ദിവസത്തിനകം തന്നെ അവരുടെ പേര് വെള്ള റേഷൻ കാർഡിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. അതിന് നമുക്ക് വേണ്ട രേഖകളെന്ന് പറയുന്നത് നമ്മുടെ മരണപ്പെട്ട ആളുടെ മരണ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നിവയുമായി നിങ്ങൾക്ക് ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. 40 ദിവസത്തിന് മുമ്പാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫൈനുകളോ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അതിനുശേഷം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര കാലം മുമ്പ് മരണപ്പെട്ട വ്യക്തിയാണോ ആ വ്യക്തിയുടെ പേരിൽ എത്ര കിലോ അരി വാങ്ങിയെന്ന് കണക്കാക്കി നമ്മൾ ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രവാസികളായ ആളുകളാണെങ്കിൽ, 6 മാസത്തിലധികമായി പ്രവാസികളായ ആളുകളാണെങ്കിൽ അവരുടെ പേരിൻ്റെ കൂടെ NRK എന്ന് രേഖപ്പെടുത്തി അവരുടെ റേഷൻ കാർഡ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളും വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വെള്ള റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അളവ് മറ്റു കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ള റേഷൻ കാർഡിലേക്ക് മാറാൻ സാധിക്കും. റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വെട്ടിമാറ്റൽ, ഇനി മരണപ്പെട്ട വ്യക്തി നമ്മുടെ വീടിൻ്റെ കുടുംബനാഥയാണെങ്കിൽ വീട്ടിലെ മറ്റു സ്ത്രീ അംഗത്തെ കുടുംബനാഥയാക്കി പുതിയ റേഷൻ കാർഡ് എടുക്കൽ, നമ്മുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചും മറ്റും എത്തിയ ആളുകളെ റേഷൻ കാർഡിലേക്ക് ചേർക്കൽ, അതുപോലെ തന്നെ 2 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളെ റേഷൻ കാർഡിലേക്ക് ചേർത്തൽ എന്നിങ്ങനെ അടക്കമുള്ള എല്ലാ റേഷൻ കാർഡ് സേവനങ്ങളും നമ്മൾക്ക് ഇപ്പോൾ ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളും മറ്റു ഓൺലൈൻ വഴി സേവനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അല്ല, ഇനി നമ്മളുമായി നിങ്ങൾക്ക് ചാറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തു തരണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ ലഭിക്കും. ആ വാട്സാപ്പിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഓഫീസിലേക്ക് നേരിട്ട് വരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രവാസികളായ ആളുകൾ, നാട്ടിൽ സ്ത്രീകൾ മാത്രമുള്ള വീടുകളാണെങ്കിൽ നിങ്ങൾക്കെല്ലാം പ്രവാസികളായ ആളുകൾ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ വേഗത്തിലാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കുണ്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.